നേതാവായിരുന്ന സഖാവ് MK പുരുഷോത്തമന്റെ 11ാം ചരമവാർഷികം CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും ഏരിയ കമ്മിറ്റി ഓഫീസിലും പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി ഓഫീസിലെ ഏരിയ കമ്മിറ്റി അംഗം MK ശശി പതാക ഉയർത്തി. വൈകിട്ട് പ്രകടനത്തിന് ശേഷം എടവനക്കാട് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി അംഗം സഖാവ് ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MK സാജിദ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MP പ്രിനിൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV ലൂയിസ്, KK ജോഷി, PB പുഷ്കരൻ, MK ശശി, ലോക്കൽ സെക്രട്ടറി KU ജീവൻ മിത്ര എന്നിവർ സംസാരിച്ചു. MBBSന് 3ാം റാങ്ക് നേടിയ പല്ലവി കൃഷ്ണ, SLCക്ക് ഉന്നത വിജയം നേടിയ അമാൻ മുഹമ്മദ് എന്നിവർക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു അനുസ്മരണ സമ്മേളനവും നമ്മളെ സംബന്ധിച്ച് ആ സഖാവിന്റെ പിന്നിട്ട വഴികളെ വീണ്ടെടുക്കുന്നതിന്, ആ സഖാവ് ഉയർത്തിയ, ആ സഖാവ് സ്വീകരിച്ച മാതൃകകൾ പിന്തുടരുന്നതിനും വേണ്ടിയാണ് പ്രധാനമായും നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചുമുള്ള വ്യക്തമായ വിശദീകരണവും ഉണ്ടാകും. സഖാവ് ജോൺ ഫെർണാണ്ടസിന്റെ അത്തരത്തിലുള്ള പ്രസംഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. MKയെ കുറിച്ച് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. MK ഉയർത്തിയ വിജയ പതാക ഈ വൈപ്പിൻ മണ്ഡലത്തിൽ നമുക്ക് താഴ്ത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം നൽകിയ സംഭാവന. വൈപ്പിൻ മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ഞാറക്കൽ മണ്ഡലത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് പ്രത്യേകം പരിശോധിക്കുമ്പോൾ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അതിനു മുമ്പ് നമ്മൾ വിജയിച്ചിട്ടുള്ളത്. പക്ഷെ സഖാവ് MK പുരുഷോത്തമൻ 2006 മെയ് മാസത്തിൽ ഉയർത്തിയ വിജയ പതാക പിന്നീട് ഒരു സന്ദർഭത്തിലും ഈ മണ്ഡലത്തിൽ നമുക്ക് താഴ്ത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സഖാവിന്റെ ചരിത്രത്തിലെ ഈ നാടിന് നൽകിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകിയ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്നുള്ളത്. ദിനത്തിൽ പങ്കെടുത്ത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോൺ ഫെർണാണ്ടസ്, അധ്യക്ഷത വഹിച്ച KA സാജിദ്, ഏരിയ സെക്രട്ടറി സഖാവ് AP പ്രിനിൽ, സഖാക്കൾ ജോഷി മാസ്റ്റർ, പുഷ്കരൻ ചേട്ടൻ, KK ശശി, PV ലൂയിസ്, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഈ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, എല്ലാവർക്കും തന്നെ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ പ്രവർത്തകനായി പിന്നീട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഉൾപ്പെടെ സഖാവ് ഉത്തരവാദിത്വം നിർവഹിക്കുകയുണ്ടായി. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ വൈപ്പിൻ പ്രദേശത്ത് CPMന്റെ ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ സഖാവ് നടത്തുകയുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ പല സന്ദർഭത്തിലും സഖാവിനെ വേട്ടയാടുന്ന സമയത്ത് പോലും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം മാത്രമാണ് തൻ്റെ
പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് വൈപ്പിങ്കരക്കകത്ത് എല്ലാ ലോക്കൽ കമ്മിറ്റിയിലും താഴെത്തട്ടിൽ ബ്രാഞ്ചുകളിൽ ഉൾപ്പെടെ ചെന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനത്തിന്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാകെ സഖാവ് നേതൃത്വം കൊടുക്കുകയുണ്ടായി. നാട്ടിൽ യുവജന സംഘടനാ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന ഇടയിലാണ് പലപ്പോഴും പുരുഷോത്തമനെ കാണുകയും പിന്നീട് ഒരുമിച്ച് ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാം, എങ്ങനെയെല്ലാം ജനങ്ങളുടെ വിശ്വാസം നേടാം, എങ്ങനെയെല്ലാം ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങളുടെ സ്നേഹാദരവുകൾ പിടിച്ചുപറ്റാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് പുരുഷോത്തമൻ. വലിപ്പ ചെറുപ്പമില്ലാതെ ആരോടും സൗഹൃദം, തനിക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൃത്യമായ ദിശാബോധം, താൻ ജീവിച്ച അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കുക, അവരുടെ ജീവിത പരിസരങ്ങളെ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ക്രിയാത്മക ഇടപെടൽ, ഇതെല്ലാമാണ് പുരുഷോത്തമനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയ ഒരു ജനകീയ നേതാവാക്കി മാറ്റിയത്. 11 കൊല്ലം ഇടവലക്കാട് ജനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ജില്ലക്കകത്തെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്കാകെ വലിയ വേദന ഉളവാക്കിയ ഒന്നാണ് പുരുഷോത്തമന്റെ നിലപാട്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പുരുഷോത്തമൻ ഉയർത്തിപ്പിടിച്ച പതാകയും പുരുഷോത്തമന്റെ പ്രസ്ഥാനത്തെയും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പുരുഷോത്തമനോട് നമുക്കുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്ന പ്രതിജ്ഞ. രംഗത്തും വലിയ പങ്കുവച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു സഖാവ് പുരുഷോത്തമൻ. നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ ആയി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളതും നമുക്കറിയാവുന്നതാണ്. അതുപോലെ MA ഫിലോസഫിക്കാരനായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തും വലിയ നേട്ടങ്ങളും അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹവുമാണ് MK. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഈ സമ്മേളനങ്ങളിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു എൻഡോമെന്റ് നൽകാറുണ്ട്. SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നല്ല നിലയിൽ പാസ്സായ കുട്ടികൾക്കാണ് എൻഡോമെന്റ് നൽകുന്നത്. അത് ഇക്കൊല്ലവും നൽകുകയാണ്. ആകെ 10 കുട്ടികൾക്കാണ് എൻഡോമെന്റ്, SC/ST വിഭാഗത്തിൽപ്പെട്ടത് ഉൾപ്പെടെ 10 കുട്ടികൾക്കാണ് എൻഡോമെന്റ് നൽകുന്നത്. അവരുടെ പേരുകൾ വിളിക്കുന്നത് എൻഡോമെന്റ് ക്യാഷ് അവാർഡാണ്. അതായത് നമ്മുടെ പ്രിയങ്കരനായ ജോൺ ഫെർണാണ്ടസാണ്. വിദ്യാർത്ഥികളുടെ പേര് ഞാൻ വിളിക്കും. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.